മുരുകേഷ് എന്നാ പ്രശ്നം? ഉനക്കൊന്നും தெரியாதா? നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റെല്ലയില്ലേ, അവളെ ഇന്നലെ ബാക്ക് യാർഡിൽ വെച്ച് ഏതോ സ്ട്രേഞ്ചേഴ്സ് അറ്റാക്ക് ചെയ്തു. കേസ് മറ്റേതാ, റേപ്പ്. എന്നിട്ട് അവന്മാരെ കിട്ടിയോ? ഇല്ല, കോയമ്പത്തൂർ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പിന്നെ കോളേജ് സ്ട്രൈക്കാ. നിങ്ങൾ വരുന്നില്ലേ? നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ വന്നേക്കാം. എന്നാലും എന്റെ അളിയ ഇത് കുറച്ച് കഷ്ടമായി പോയി. അവനോട് പോയി ആൽബി. നാളെ കോളേജ് ലാസ്റ്റ് ഡേറ്റ് അല്ലേ? അവനാ പെണ്ണുമായിട്ട് അവിടെ ഇങ്ങനെ പൈങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. മറിഞ്ഞിരുന്ന് കണ്ടപ്പോ നേരിട്ട് നോക്കാൻ പറഞ്ഞു. നേരിട്ട് കണ്ടപ്പോ മനസ്സ് പ്രണയിക്കാൻ പറഞ്ഞു. എന്നിട്ടിപ്പോ വീണ്ടും മറയല്ലേ താൻ. വീട്ടിലെത്തിയ നമ്മുടെ കാര്യം കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരാളുണ്ട്. പെണ്ണിന്റെ ആസ്തി നോക്കി പ്രേമിക്കുന്ന ഈ കാലത്താണ് താൻ തന്നെ ഡീറ്റെയിൽസ് ഒക്കെ സസ്പെൻസ് ആക്കി വെക്കുന്നത്. എന്റെ പപ്പയ്ക്കും മമ്മയ്ക്കും അപ്പുറമുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട്. ആര്? ഒരു ദിവസം ഞാൻ ആളെയും കൂട്ടി ആൽബിയെ കാണാൻ വരും. അപ്പ അറിഞ്ഞാ മതി ആരാണെന്ന്. ഓക്കെ. ചേട്ടാ, എരിവൂര് വരെ പോണം. തീരദേശത്ത് കാറ്റിന്റെ സ്ഥിതിഗതികൾ പരിശോധിച്ച് സാധ്യതകൾ മന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. തൃശൂരിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി പണം കവർച്ച. ഞാനൊന്ന് തൃശ്ശൂർ വരെ പോവാ. ഹെഡ് ഓഫീസിൽ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. തിരുവാങ്കുളം സ്വദേശിയായ ടാക്സി ഡ്രൈവർ ശ്യാമിനെയാണ് സംഘം തട്ടിക്കൊണ്ടുപോയത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഒളിമ്പിക്സിൽ സ്വർണം ഒന്നും നേടാതെ ഇന്ത്യ മടങ്ങി. ഇന്ത്യ ഒരു സ്വർണ്ണം എടുക്കുന്ന കണ്ടിട്ട് ചത്താ മതിയായിരുന്നു. കുടിക്ക്. ഇവനൊക്കെ തോറ്റിട്ട് വരുമ്പോ ജ്വല്ലറിന്ന് സ്വർണം വാങ്ങിച്ചു കൊടുക്കാന്ന് വെച്ചാ സ്വർണത്തിനും വില കൂടിയേ. എന്തിട്ടാ ഇപ്പൊ ചെയ്യുക? കാശ് 22,460 രൂപയാണ് ഇപ്പോൾ ഒരു പവന് വില. കഴിഞ്ഞ 6 മാസത്തിനിടെ 8ാം തവണയാണ് മുല്ലപ്പെരിയാർ ഡാം പണിയുന്നതുമായി തമിഴ്നാട് സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് സംസ്ഥാന ജലസേചന മന്ത്രി പാലക്കാട് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കാലവർഷക്കെടുതിയിൽ കൃഷി നശിച്ച കർഷകർക്ക് എന്തിട്ടായി നോക്കണേ? അല്ല, ഇന്നലെ രാത്രി എന്റെ സ്കൂട്ടർ ഇവിടെ വെച്ചിരുന്നു, ഇപ്പൊ കാണാനില്ല. നല്ല കാര്യായി. വീട്ടിൽ കയറി മോഷ്ടിക്കണ കാല പിന്നല്ലേ. അല്ല, രാത്രി എന്താ ഇവിടെ സ്കൂട്ടർ വെച്ചേ? സംഗീത നാടക അക്കാദമി അത് ഇന്നലെ ഒരു അത്യാവശ്യത്തിന്. ഗഡികൾ എത്തിയല്ലോ. ഇനി കാര്യം അങ്ങോട്ട് പറഞ്ഞു. നാടകത്തിലെ അഭിനയത്തിനാണ് നമസ്കാരമുണ്ട് സാറേ. ഈ ഗഡീന്റെ സ്കൂട്ടർ കാണാനില്ലേ? അക്ക അന്നാലും ഇടപാടാ. ഇപ്പൊ ഇവിടെ വന്നിരുന്നു. രാജേന്ദ്രൻ ഓ വന്നോ? ഇന്ന് എന്റെ തനി സ്വഭാവം ആൽബി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല. ലേറ്റ് ആവുന്ന ഞാൻ പറഞ്ഞിരുന്നല്ലേ. അതിന് ഇത്ര നാളെ ഫോണിൽ വിളിച്ചോണ്ടിരുന്ന. അല്ല, ലേറ്റ് ആയപ്പോ ഞാൻ വിളിച്ചതാ. വർക്കിന്റെ ആവശ്യമായിട്ട് തൃശ്ശൂർ വരെ പോകേണ്ടി വന്നു. അതെ, വർക്ക്. അല്ലെങ്കിലും ഭാര്യമാരെ വിളിച്ച ഭർത്താക്കന്മാർക്ക് എടുക്കാൻ വലിയ പ്രയാസവാ. ഇത് വല്ല സെറ്റപ്പും ആയിരുന്നിരിക്കണം വിളിക്കുന്നത്. ആ നിമിഷം ചാടി കയറി ഫോൺ എടുക്കും.